ഇത്രമേൽ കഠിനഹൃദയനായ എനിക്ക് ഒരു ചേഞ്ച് ദൈവം തന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞ് എനിക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. തിന്മയാണെന്ന് തോന്നും, പക്ഷെ ദൈവത്തിന് അത് നന്മയാക്കി മാറ്റാൻ പറ്റും. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക്. നീ ഈ ഒരു തീരുമാനം എടുത്താൽ മതി. സ്പിരിച്വാലിറ്റി, ദൈവം അത് എല്ലാ തിന്മയും നന്മയാക്കി പരിണമിപ്പിക്കും. നമ്മൾ സ്വർഗത്തിലെത്തിയാലും ദുഃഖിക്കുന്നവർ, അങ്ങനൊരു വിഷയമുണ്ട്. അതായത് മരിച്ച് നമ്മൾ സ്വർഗത്തിലെത്തിയാലും ദുഃഖിക്കേണ്ടി വരുമോ? ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു ധ്യാന വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തിയാലും ചിലരൊക്കെ ദുഃഖിക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥയുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നമ്മൾ മരിച്ചു, കർത്താവിൻ്റെ കരുണ കൊണ്ട്, നമ്മുടെ മേന്മ കൊണ്ടല്ല, ദൈവകരുണ ഒന്നുകൊണ്ട് മാത്രം നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തിയെന്ന് കരുതുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടം കിടക്കും. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലെത്തട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തിയാലും ദുഃഖിക്കേണ്ടി വരുമോ? സങ്കടപ്പെടേണ്ടി വരുമോ? നിങ്ങൾ എന്നാ പറയുന്നു? ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ വേണ്ട. കാരണം വചനബന്ധിതമായിട്ട് നമ്മൾ സ്വർഗത്തിലെത്തിയത് സ്വർഗത്തിൽ ആനന്ദങ്ങളുടെ ഇടമാണ്. പറുദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലേസ് ഓഫ് ഡിലൈറ്റ്സ്, ആനന്ദങ്ങളുടെ ഇടമെന്നാണ് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടത്തിനും കാരണമില്ല. പക്ഷേ സ്വർഗത്തിലെത്തിയാലും ദുഃഖിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളുടെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ വിഷയം മതാത്മകതയും ആത്മീയതയും. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയത ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ആരാധനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പണമോ പ്രതാപമോ കീർത്തിയോ പെരുമയോ പ്രശസ്തിയോ സ്ഥാനമാനമോ കിണ്ണമോ ചരുവോ ഓട്ടുവിളക്കോ ചരവത്തടിയോ മെഡലോ ട്രോഫിയോ ഒന്നും വേണ്ടിയിട്ടല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ആന്തരിക ജീവിതത്തിൽ എനിക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട്. എനിക്ക് മാത്രം ഇഷ്ടമുള്ള, ലോകത്തിലാർക്കും ഇഷ്ടമില്ലാത്ത കുറേ സ്വഭാവം എനിക്കുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിത്തരണേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ആത്മീയ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട്. കർത്താവേ, നീ ഒന്ന് തൊടണമേ, എൻ്റെ അന്തരാത്മാവിനെ ഒന്ന് സ്പർശിക്കണമേ. എനിക്ക് കുറേ കൂടി നന്മയുള്ളവനാകാനുള്ള കൃപ തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ? ഫിസിക്സിന് ജയിക്കണമെന്നോ, മാത്സിന് ജയിക്കണമെന്നോ, ജോലി കിട്ടണമെന്നോ, ഇൻക്രിമെൻറ്റ് കൂടണമെന്നോ, പ്രൊമോഷൻ കിട്ടണമെന്നോ, കല്യാണം നടക്കണമെന്നോ ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, നന്മ ചെയ്യാനുള്ള കൃപ. മനുഷ്യനെ കാണുമ്പോൾ നന്മ, തിന്മ തോന്നരുത്, നന്മ. മനുഷ്യനെ കാണുമ്പോൾ ദേഷ്യം തോന്നരുത്, സൗമ്യത. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഹല്ലേലൂയ. അപ്പം നമ്മൾ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഈ ആരാധനയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് പോകുമ്പോൾ ഇത് വല്ലവർക്കും വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ആരാധിക്കാൻ വരുന്നവരൊക്കെ അവർ ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറണം, പണി നടക്കണം, വീട് പണി നടക്കണം, തേങ്ങ കായ്ഫലം ഉണ്ടാകണം, ചിരങ്ങ് മാറണം, ചൊറിച്ചിൽ മാറണം, താരൻ മാറണം, മുടി കൊഴിച്ചിൽ മാറണം, ഈ വകുപ്പൊക്കെയാണെന്ന് കരുതിയത് ഞാൻ. അതല്ല, അങ്ങനല്ലാത്ത കുറേ ആൾക്കാരും ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഇതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രയോറിറ്റി, മുൻഗണന. ഇപ്പം നമ്മുടെ വിഷയം സ്വർഗത്തിലെത്തിയാലും ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുടെ മുൻഗണന, പ്രയോറിറ്റി, പ്രധാനപ്പെട്ട കാര്യം എന്തിലാണ് മനസ്സ് എന്തിലാണ് ഊന്നുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 കുട്ടികൾ, അവർ ഒരേ ബുദ്ധിയുള്ളവരാണ്. അവർ 2 പേരും സ്കൂളിൽ വന്നു. 2 പേർക്കും ഒരേ ടീച്ചർ, ഒരേ അധ്യാപകർ, ഒരേ പാഠ്യപദ്ധതി,
ഒരേ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ, ഒരേ ടൈം ടേബിള്, ഒരേ രീതിയിലുള്ള ഭക്ഷണം രണ്ട് വീട്ടിലും, അങ്ങനെ ഒരേ രീതിയിലാണ് രണ്ടുപേരും. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം ഒരുത്തന് 100-ൽ 88, മറ്റവന് 100-ൽ 8. ഇതെന്നാ പറ്റി? രണ്ടുപേർക്ക് ഒരേ ബുദ്ധി, ഒരേ അന്തരീക്ഷം, ഒരേ അധ്യാപകർ, കേട്ട ക്ലാസ് എല്ലാം ഒരുപോലെ. പക്ഷെ ഒരുത്തിന് 8, മറ്റവന് 88. ഇതെന്ത് പറ്റി? ഇതൊരു പ്രധാന കാര്യമാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുത്തൻ പ്രധാനപ്പെട്ട കാര്യത്തെ പ്രധാനമായിട്ട് കണ്ടു, മറ്റവൻ അപ്രധാനമായ കാര്യങ്ങൾ പ്രധാനമായിട്ട് കണ്ടു. ഇതാണ് വ്യത്യാസം. സാഹചര്യങ്ങളെല്ലാം ഒന്നാണ്, പക്ഷേ പ്രയോറിറ്റി, പ്രധാനപ്പെട്ടതിന് പ്രാധാന്യം കൊടുത്താൽ വളർച്ച ഉറപ്പ്. പഠിത്തമാണ് പ്രധാനം കുഞ്ഞിനെ സംബന്ധിച്ച് എങ്കിൽ പഠനത്തിന് ഫോക്കസ് ചെയ്താൽ അവന് വിജയം ഉറപ്പ്. അവന് ആ സമയത്ത് ഇടയ്ക്ക് മീൻ പിടിക്കാനും പുളവനെ പിടിക്കാനും തവളെ പിടിക്കാനും ഇങ്ങനെയുള്ള കലാപരിപാടിക്ക് പോയാൽ, സിനിമ, എഡിറ്റിങ്, പാട്ട്, മ്യൂസിക്, ക്രിക്കറ്റ്, ചാട്ടം, തീർന്നു. ഗെയിം തീർന്നു. ബുദ്ധി രണ്ടും ഒന്നാണ്, പക്ഷേ വളർച്ചയുടെ കാര്യത്തിൽ ഡിഫറൻസ് വരും. കാരണം എന്താണ്? പ്രയോറിറ്റി, മുൻഗണന, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് ഒന്നാം സ്ഥാനം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം ഇതാണ്, മതാത്മകതയും ആത്മീയതയും. നമ്മളുടെ പ്രയോറിറ്റി എന്തിനാണ്? കുറേ മത അനുഷ്ഠാനങ്ങൾ ചെയ്ത് ജീവിക്കാനാണോ, അതോ യഥാർത്ഥത്തിൽ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടോ? ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടോ? ഹല്ലേലൂയ. ഈ പ്രയോറിറ്റി ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കണം. കാരണം ഈ മതജീവിതത്തെക്കാളും 1000 മടങ്ങ് പ്രാധാന്യമുള്ള കാര്യമാണ് എന്ത്? ആത്മീയ കാര്യം. ശ്രദ്ധയില്ലേ? ഹല്ലേലൂയ. ഇവിടാണോ? ഹല്ലേലൂയ. ഇപ്പം മതജീവിതത്തെക്കാളും നമ്മളുടെ സോഷ്യൽ ലൈഫിനേക്കാളും കർത്താവ് പറയാണ് ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവർ ആകണം. ഈ അമേരിക്കയുടെ എംബസിയൊക്കെ ഇന്ത്യയിലുണ്ട്, ചെന്നൈയിലൊക്കെ ഉണ്ട്. അവിടെ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ചില ആളുകളൊക്കെ ചെന്ന് രാത്രി മുഴുവൻ അതിന് ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കും. രാവിലെ കയറി ചെന്ന് ആദ്യത്തെ സ്ഥാനം പിടിക്കത്തക്ക രീതിയിൽ. എന്താണ് ഇതിൻ്റെ കാരണം? അമേരിക്കയ്ക്ക് പോകുന്നത് അത്രമേൽ പ്രയോജനകരമായ കാര്യമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ പോകാൻ വേണ്ടി അതിൻ്റെ എംബസിയുടെ മുമ്പിൽ ഈ ക്യൂ കാണുമോ? ഒരു ആഫ്രിക്കൻ രാജ്യം കിട്ടിയാൽ കിട്ടി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഏതിനാണ്? ഇപ്പം നമ്മൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. പ്രയോജനകരമായ ജീവിതം ഈ അമേരിക്കയ്ക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രധാന കാര്യമാണ് നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിത്യത. അത് നഷ്ടമാകരുത് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പാക്കണം. പ്രയോറിറ്റി, ഫോക്കസ്. നമ്മുടെ ഈ ഭൂമിയിലെ കൊച്ചു കൊച്ചു പാപങ്ങളും തഴക്കദോഷങ്ങളും നമ്മളുടെ ആത്മീയതയെ കെടുത്തിക്കളയാൻ അനുവദിക്കരുത്. പ്രയോറിറ്റി സ്വർഗത്തിന് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്രൈസ്തവ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ട്. ക്രൈസ്തവ ലോകത്തിലെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സാധിച്ചെടുക്കുക? ഈ പ്രയോറിറ്റി ഈ ആത്മീയ ജീവിതത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ക്രൈസ്തവ ലോകത്തിലെ ഈ പള്ളി വരുന്ന ആൾക്കാരെ പാപം ചെയ്തങ്ങ് തെന്നി പോകുന്ന ആൾക്കാരല്ല. ഈ പള്ളിയിലൊക്കെ വരുന്ന സാധാരണ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു വിശാല ഹൃദയമുള്ള ആളുകൾ. അവരാണ് ഈ മതജീവിതത്തിൽ നയിക്കുന്നത്. വിശാല ഹൃദയം. വേറൊരു ഗ്രൂപ്പുണ്ട്, വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാർ. അവരുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അവരൊരു കാര്യം ചെയ്ത് അത് പൂർണ്ണ മനസ്സോടെ ചെയ്യും. മറ്റേ ഈ വിശാല ഹൃദയമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ ഉറങ്ങി പാതി മനസ്സോടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അവനെല്ലാത്തിനും ഒരു വിശാലതയാണ്. അവരും ആകാം, ഇതും ആകാം, അതും ആകാം. ഇങ്ങനെ ഒരു കുഴ എന്ന് നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാർ. പാതി മനസ്സ്.
പകുതി ഇവിടെ, പകുതി അവിടെ. ബൈബിളിലെ 2 ഉദാഹരണങ്ങൾ എടുത്താൽ അത് മനസ്സിലാവും. പൗലോസ്ലീഹായും പൗലോസ്ലീഹായുടെ ഗുരുവായ ഗമാലിയേലും. പൗലോസ്ലീഹായുടെ ഗുരുവിൻ്റെ പേരാണ്, ഹെഡ് മാസ്റ്ററിൻ്റെ പേരാണ് എന്ത്? ഗമാലിയേൽ. അപ്പോൾ ഈ പൗലോസ്ലീഹ ഈ ജെറൂസലേമിൽ ഒരു ഗമാലിയേലിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് ജ്ഞാനം അഭ്യസിച്ച ആളാണ് പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹ ആണെന്നുണ്ടെങ്കിൽ ഒരു പഴകിയ ഒരു ചീഞ്ഞ അഴുകിയ പാപിയാണ് പൗലോസ്. സാവൂളായിരുന്ന കാലത്ത് ഏതാണ്ട് ഒരു 30-35 വർഷക്കാലത്തോളം എല്ലാ ഒരു തരം എന്താ പറയുന്നത്, അങ്ങ് കഠിന പാവി, ആളുകളെ തല്ലിക്കൊല്ലാൻ ചാടി ഇറങ്ങുന്ന, വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതി നടക്കുന്ന രീതിയാണ് പൗലോസിന്. പൗലോസിനെന്നും ആർക്കും അങ്ങനെ എന്തും വലിയ ഇഷ്ടമൊന്നുമില്ല, പേടിച്ചിട്ടൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഗമാലിയേലുണ്ടല്ലോ, വിശാലമായൊരു മനസ്സുള്ള ആളാണ്. നമുക്ക് പൗലോസ്ലീഹായുടെ ഈ മനസ്സിനെ നമ്മൾ വിളിക്കാവുന്ന പേരാണ് പൂർണ്ണ മനസ്സ്. ആൾ തെറ്റായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും, തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നതെങ്കിലും, അയാളുടെ പോക്ക് തെറ്റായ ദിശയിലേക്കാണെങ്കിലും, ഇയാൾ ഒരു കാര്യത്തിന് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ ഇടം വലം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ല. ഇതാണ് പൗലോസ്. എന്നാൽ ഗമാലിയേലുണ്ടല്ലോ വിശാല ഹൃദയനാണ്. ഗമാലിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനമാണ്. സൗമ്യനായ, വിശാല ഹൃദയനായ, മതനിഷ്ഠയുള്ള, സ്ഥാനവും പദവിയുമൊക്കെയുള്ള, ഗുരുവായ, ജ്ഞാനമുള്ള ഒരു മതനിഷ്ഠയുള്ള ആളിൻ്റെ പേരാണ് ഗമാലിയേൽ. ഇതൊരു സിൻഡ്രോമാണേ, ക്രൈസ്തവ ലോകത്തെ ഒരു ശൈലിയാണ്. നമ്മുടെ പള്ളി വരുന്നതിൽ ഒരു 90% ആൾക്കാർ ഇങ്ങനെയാണ്. ആരോടും അടി ഉണ്ടാക്കാൻ പോവുകയില്ല, വഴക്കുണ്ടാക്കാൻ പോവുകയില്ല, ബഹളം ഉണ്ടാക്കാൻ പോവുകയില്ല. അവർ പാവങ്ങളാണ്. പള്ളി വരും, അവർ കാണിക്ക കൃത്യമായിട്ട് ആ പഴയ 10 രൂപ തന്നെ ഇടും, അവർ തിരികെ പോകും. അവർ വന്നിട്ട് പള്ളിക്ക് ദശാംശം കൊടുക്കേണ്ടതിൻ്റെയും കണക്കിൻ്റെ കാര്യത്തിലൊന്നും ആരോടും ചോദ്യം ചെയ്യത്തില്ല. അവർ വന്ന് പള്ളി നിൽക്കും, കൊള്ളാം, എല്ലാം കഴിഞ്ഞു, സമാധാനത്താലേ പോകുക എന്ന് പറയുമ്പോൾ അവർ പോകും. അല്ല, സമാധാനത്താലേ പോകുക എന്ന അവസാനം ആശീർവാദം കൊടുക്കുമ്പോൾ കയറി വരുന്ന കുറേ പേരുണ്ട്. അവരൊന്നും അല്ല, അവർ കൃത്യം രാവിലെ വൈകുന്നേരം വരെ ശുശ്രൂഷയ്ക്ക് കൂടുന്ന നല്ല മനുഷ്യരാണ്. ഇതാണ് ഗമാലിയേൽ. വായിക്കാം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:34. എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ. അദ്ദേഹത്തിന്റെ നിർവചനം എന്താണ്? നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ. സകലർക്കും ആദരണീയനാണ്, ആരും തെറി വിളിക്കുകയില്ല, അങ്ങനത്തെ ഒരാള് ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്, ശിഷ്യന്മാർ യേശു മാർഗം പഠിപ്പിച്ചതിന്റെ പേരിൽ യഹൂദരെല്ലാവരും കൂടി കലിപൂണ്ട് ശിഷ്യന്മാരെ തല്ലിക്കൊല്ലാൻ, അടിച്ചു കൊല്ലാൻ, കാരാഗ്രഹത്തിലിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത സമയത്ത് ഈ ശിഷ്യന്മാരെല്ലാം പുറത്താക്കിയിട്ട് ഗമാലിയേൽ തൻ്റെ സഹപ്രവർത്തകരായ ഫരീസയരോട് പറയുന്ന ഒരു രംഗമാണ്. ഗമാലിയേൽ പറയുകയാണ്, വായിച്ചു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കണ്ടോ, നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് എന്ത് ചെയ്യണം എന്നുള്ളത് സൂക്ഷിച്ചു വേണം. കുറെ നാളുകൾക്ക് മുൻപ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി, അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ മനുഷ്യൻ ഒരു അടിയും വഴക്കം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ പൊതുയോധി ഭയങ്കര പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ശാന്തതപ്പെടുത്തിയിട്ട് പറയുകയാണ്, മക്കളെ, ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മനുഷ്യനിൽ നിന്നാണെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, താനേ ഇതങ്ങ് നശിച്ചോളൂ. അതുകൊണ്ട് അവന്മാരെ അടിക്കാനും തല്ലാനും ഒന്നും പോകണ്ട. ശാന്തതപ്പെടുത്തുന്ന മനുഷ്യൻ. ചോദ്യം ഇതാണ്, ഈ ഗമാലിയേൽ ക്രിസ്ത്യാനിയായോ? ഈശോയുടെ ശിഷ്യനായിട്ടുണ്ടോ? ഇല്ല.
ബൈബിളിൻ്റെ ചരിത്രത്തിൽ ഗമാലിയേൽ ക്രിസ്ത്യാനിയായിട്ട് ആയതായി ഒരു ചരിത്രമില്ല. ഇതാണ് ഈ ഗമാലിയേലിനെ നമുക്ക് ഉപമിക്കാവുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു അശോക് ലൈലാൻഡ് ലോറി വലിയ ലോഡുമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് തിരിക്കാൻ എന്നോ പാടാ. പണ്ടത്തെ ലോറിയൊക്കെ ആളുകളൊക്കെ 2-3 പേരൊക്കെ നിന്നാണ് ഇങ്ങനെ, അല്ലേ ജിജോ, ഇങ്ങനെ തിരിക്കുന്നത്. വലിയ പാടുപെട്ടാണ് ഇത് ഇങ്ങനെ ഇട്ട് തിരിക്കുക, വലിയ തടിയൊക്കെ കയറ്റിട്ടെ. ഇന്നാണ് ഈ ഹൈഡ്രോളിക് പവർ കൊണ്ട് പെടാ അങ്ങോട്ട് തിരിക്കുക. പണ്ട് ഇതൊക്കെ വലിയ പാടാണ്. നിർത്തിയിട്ടിരിക്കുന്ന ലോറിയാണെങ്കിൽ പിന്നെ പറയുകയും വേണം, അനങ്ങയല്ല അത്. എന്നാൽ മൂവ് ചെയ്യുന്ന, സഞ്ചരിക്കുന്ന ഒരു ലോറി, സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ നമുക്ക് തിരിക്കാൻ പറ്റും. പൗലോസ് സഞ്ചരിക്കുന്ന ഒരു കപ്പലാണ്. പക്ഷേ അത് തെറ്റായ ദിശയിലേക്കാണ് പൗലോസ് സഞ്ചരിക്കുന്നത്. തെറ്റായ ദിശയിലേക്കാണ്. അവൻ അഴുകിയ ഈ പാപി ഈ 30 വർഷക്കാലത്തോളം ഇങ്ങനെ തിന്മപ്പെട്ട് കഠിന ഹൃദയനായി, എല്ലാവരെയും കൊലപാതകിയായിട്ട് കഠിന ഹൃദയനായിട്ട് ആദാമിൻ്റെ സ്വഭാവമുള്ള ഈ ചേട്ടായി. പക്ഷേ തെറ്റായ ദിശയിലേക്ക് നീങ്ങിയിട്ടും അവനെ കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്താ സംഭവിച്ചത്? അവൻ നേരെ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടു. ഇന്ന് പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. മലങ്കര കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ ഇന്ന് പ്രത്യേകം പൗലോസ് ശ്ലീഹായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പൗലോസ് ശ്ലീഹായുടെ ജീവിതം വിജയമായി മാറിയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ലോകത്തിൽ 2 തരത്തിൽ ക്രൈസ്തവരുണ്ട്. ഒന്ന്, ഈ പാതി മനസ്സോടെ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള രീതി 2 വള്ളത്തെ ചവിട്ടി നടക്കുന്നവർ, വിശാല ഹൃദയർ. ഇവരൊരിക്കലും കർത്താവിൻ്റെ മാർഗത്തിൽ വരത്തില്ല. പക്ഷെ അവർ പള്ളി വരും, മതനിഷ്ഠയുള്ളവരായിരിക്കും, അവർ സൗമ്യമായി സംസാരിക്കും, അവർ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ മിടുക്കരാണ്. ആരെയും വെറുപ്പിക്കുകയല്ല, ആരെയും പിണക്കുകയല്ല. പക്ഷെ പൗലോസോ തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്ന ഈ കപ്പൽ, പക്ഷേ എന്തു ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യും. തെറ്റാണോ? തെറ്റ്. ശരിയാണോ? പിന്നെ ഈ മനുഷ്യനെ ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഇയാൾക്കൊരു ബോധ്യം കിട്ടി, നസ്രായനായ യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്നൊരു ബോധ്യം കിട്ടി. പിന്നെ ഈ മനുഷ്യനെ ഒരു രീതിയിലും ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് ബൈബിൾ കാണുന്നത് ഗമാലിയേലിൻ്റെ ജീവിതമല്ല വിജയമായിട്ട് പരിശുദ്ധാത്മാവ് കാണുന്നത്. പൗലോസിൻ്റെ ജീവിതത്തെയാണ് വിജയ ജീവിതമായിട്ട് ബൈബിൾ കാണുന്നത്, സഭ കാണുന്നത്, പരിശുദ്ധാത്മാവ് കാണുന്നത്. കാരണം എന്താണെന്നറിയാമോ? 2 കൊരിന്തോസ് 2:14 പൗലോസിൻ്റെ ജീവിതമാണ് വിജയ ജീവിതം. ആള് തെറ്റായ വഴിയിലൂടെയാണ് നടന്നതെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ തീക്ഷ്ണതയുണ്ടല്ലോ, എരിപുരി എന്നുള്ളൊരവസ്ഥ, സത്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായൊരു കമ്മിറ്റ്മെൻറ്റ്, പൂർണ്ണമായൊരു സമർപ്പണം. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീയത എന്ന് പറയുന്നത് അവിടെയും ഇവിടെ തൊടിച്ച് നടക്കുന്നതല്ല. നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തിൽ എപ്പോഴും വിജയം കണ്ടെത്തുക, സ്വന്തം ജീവിതത്തിൻ്റെ വിജയം ആത്മാവിൽ കണ്ടെത്തുന്നവനാണ്. അതാണ് 2 കൊരിന്തോസ് 2:14 വാക്യം വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിൽ എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ നിർവചനം പൗലോസ്ലീഹ പറയാണ്. പൗലോസ്ലീഹയോട് നമ്മൾ ചോദിക്കുക, പൗലോസ്ലീഹ ഹു ആർ യു? പൗലോസ്ലീഹ നീ ആരാണ് എന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹ പറയുന്നത്, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ആർ യു ചോദിച്ചാൽ ഐ എം എ ഡോക്ടർ, ഐ എം എ പ്രീസ്റ്റ്, ഐ എം എൻ എഞ്ചിനീയർ, ഐ എം എ നേഴ്സ്, ഐ എം എ ടീച്ചർ, ഇതൊക്കെ പറയും നമ്മൾ. ഐ എം എ ബിസിനസ് മാൻ, ഇതൊക്കെ പറയും. പക്ഷെ പൗലോസ്ലീഹയോട് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കൂടാരപ്പണിക്കാരനാണെന്നല്ല പൗലോസ്ലീഹ പറയുക. പൗലോസ്ലീഹ പറയുന്നത് ഞാനൊരു അപ്പസ്തോലനാണ്. ആരാണ് അപ്പസ്തോലൻ? ഒരു കാര്യം അറിഞ്ഞു, ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറായവൻ്റെ പേരാണ് അപ്പസ്തോലൻ. ദ വൺ ഹു ഈസ് സെന്റ്, അയക്കപ്പെട്ടവൻ. അവൻ ഏതോ ഒരു ദൂത് കിട്ടി, ഈ ദൂതിന് വേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെയും ആരോട് വേണമെങ്കിലും അതിനു വേണ്ടി പറയാനും ജീവിക്കാനും മരിക്കാനും തയ്യാറായവൻ്റെ പേരാണ് അപ്പോസ്തലൻ. നമ്മൾ ഒരിക്കൽ പോലും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലോ അപ്പോസ്തല പ്രവർത്തനങ്ങളിലോ പൗലോസ്ലീഹ ആരാണ്, പൗലോസ്ലീഹ ഒരു കൂടാരപ്പണിക്കാരനാണ്,
അവൻ അതും ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും പൗലോസ്ലീഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, തന്നെ പരിചയപ്പെടുത്തുന്നത് കൂടാരപ്പണിക്കാരൻ എന്നല്ല, ഐ ആം ആൻ അപ്പോസ്റ്റൽ. കാരണം പൗലോസ്ലീഹയ്ക്ക് ഈ ബോധ്യം കിട്ടി, ഇതാണ് സ്പിരിച്വാലിറ്റി. അവൻ്റെ വാല്യൂ സിസ്റ്റം മാറി. അവൻ്റെ മൂല്യങ്ങൾക്ക് ഒരു മുൻഗണന അവൻ കൊടുത്തു. ദൈവം എൻ്റെ അപ്പ. അവന് വെട്ടം കിട്ടി. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പിന്നീട് ഈ വചനം എഴുതി വെക്കുന്നത്, എല്ലായ്പ്പോഴും ഞങ്ങളെ വിജയത്തിലെത്തിക്കുന്ന ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഒരു സൗരഭ്യമായി എല്ലായിടത്തും പരത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് സ്തുതി. അതാണ് 2 കൊരിന്തോസ് 2:14. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും, അതായത് പൗലോസ്ലീഹ പറയാണ്, ഞങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും വിജയമാണെന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? കുറച്ചൊക്കെ പരാജയപ്പെട്ടു, കുറച്ചൊക്കെ അല്ല. പൗലോസ്ലീഹ പറയുന്നു, നോ, ഇതാണ് സ്പിരിച്വാലിറ്റി. എൻ്റെ ജീവിതം പരാജയമല്ലെന്ന്. ഒരിക്കൽ പോലും എനിക്ക് കല്ലുകടിയില്ല ജീവിതത്തിൽ, കുറ്റബോധമില്ല. ഒരിക്കൽ പോലും ഞാൻ നിരാശപ്പെടുന്നില്ലെന്ന്. തടവറയിലാണെങ്കിലും അടി കിട്ടിയാലും തൊഴി കിട്ടിയാലും നിന്ദനമേറ്റാലും നഗ്നതയേറ്റാലും വാളേറ്റാലും ആപത്ത് വന്നാലും എനിക്ക് പൗലോസ്ലീഹ പറയാണ്, ദൈവം എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. കടം വന്നാലും ദുരിതം വന്നാലും കൊറോണ വന്നാലും എനിക്ക് വിഷയമില്ലെന്ന്. എല്ലായ്പ്പോഴും പൗലോസ്ലീഹ, ഒന്നുകൂടെ വായിക്കാം, എല്ലായ്പ്പോഴും വചനം ഉള്ളിലേക്ക് പ്രവേശിക്കണം. സ്പിരിച്വാലിറ്റി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിന്റെ ജ്ഞാനം എല്ലായിടത്തും സുഗന്ധമായി പരക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം എങ്ങും ദുർഗന്ധമില്ല, എല്ലായിടത്തും സുഗന്ധം പരക്കുക. ഒരു ദിവസം പോലും മൂഡ് ഓഫ് അല്ലെന്ന്. ഒരു ദിവസം പോലും ഞങ്ങൾ ഈ തീക്ഷ്ണതയിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന്. ഇങ്ങനൊരു ജീവിതമുണ്ട്. ഇതാണ് ജയജീവിതം, ഇതാണ് വിജയ ജീവിതം, ഇതാണ് സ്പിരിച്വാലിറ്റി. മതജീവിതത്തിൻ്റെ വിഷയം എന്താണെന്നറിയാം? പള്ളി വരുമ്പോഴേ ഉള്ള ചിരി, വീട്ടിൽ ചെന്ന വിഷയമാണ്, ചിലരെ കാണുമ്പോൾ വിഷയമാണ്. അപ്പോൾ ഇങ്ങനൊരു ജീവിതമുണ്ടോ? ഉണ്ട്. ഇങ്ങനെ അവസ്ഥയുണ്ടോ? ഉണ്ട്. വീണ്ടും പൗലോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ നിർവചനം ഇതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35, 36, 37 വചനം. പൗലോസ്ലീഹ പറയാണ്, അതുകൊണ്ട് ഈ ജീവിതത്തിൽ ക്ലേശമില്ലെന്നല്ല, ദുരിതമില്ലെന്നല്ല, പട്ടിണിയില്ലെന്നല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പൗലോസ്ലീഹയുടെ ഉള്ളിൽ ഒരു സംതൃപ്തി. പൗലോസ്ലീഹ പറയാണ്, എപ്പോഴും പൂർണ്ണ വിജയത്തിൻ്റെ ഒരു അരൂപിയാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന്. വിജയം, പൂർണ്ണ വിജയം. വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35, 36, 37. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പൗലോസ്ലീഹ പറയാണ്, ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, ഇത് കിട്ടി, ഉള്ളിൽ കിട്ടി, ടച്ച്, ഒരു സ്പർശനം കിട്ടി. ഇത് വെറുതെ ഒരു അനുഷ്ഠാനമല്ലെന്നേ, ഇത് ഉള്ളിൽ ഒരു സ്പർശനം, ഒരു തൊടിയിൽ കിട്ടി. ഇങ്ങനൊരു ജീവിതമുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയാണ്, ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും. എല്ലാ ദിവസവും അടിയാണ്, എല്ലാ ദിവസവും കൊലയ്ക്കുള്ള ആടിനെ കണക്കെയാണ് കൊണ്ടുവരുന്നത്. വലിച്ചഴച്ചുകൊണ്ട് സിനഗോഗുകൾ തോറും കൊണ്ടുപോവാ. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ഇവയിലെല്ലാം ഞങ്ങൾ പൂർണ്ണ വിജയം. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദുരിതമുണ്ടാകും, കടമുണ്ടാകും, നടുവേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും, ജോലി കിട്ടാതാകും, പ്രശ്നം ഉണ്ടാകും, പനിയുണ്ടാകും, പകർച്ചവ്യാധി വരും. പക്ഷേ പൗലോസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്പർശനം കിട്ടി, ഒരു ടച്ച്, ഒരു ഡിവൈൻ ടച്ച്. എന്താണെന്നറിയാമോ? ഇതിലെല്ലാം വിജയമാണ്. ഇത് വിജയമാണെന്നൊരു തോന്നൽ. ഇത് അന്ത്യമല്ല, ഇത് ആത്മഹത്യയുടെ വഴിയല്ല, ഇത് ജീവിതം മതിയാക്കാനുള്ള അവസ്ഥയല്ല, ഇത് നിരാശയല്ല, ഇത് കുറ്റബോധങ്ങളില്ല, ഇത് മ്ലാനവതനാകാനുള്ള അവസ്ഥയല്ല. ഇതിൻ്റെ പേരാണ് സ്പിരിച്വൽ. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിലെല്ലാം ഞങ്ങൾക്ക് ദൈവം പൂർണ്ണ വിജയം തരുന്നു. ഇതാണ് ക്രിസ്തീയത, ക്രിസ്തീയ ആത്മീയത എന്ന് പറയുക. ഇത് പൂർണ്ണ വിജയത്തിൻ്റെ അരൂപിയാണ്. നമ്മുടെയൊക്കെ പീഡയെന്ന് പറയുന്നത്, മാക്സിമം പീഡയെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ലെങ്കിൽ അന്ന് പീഡയായി. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പീഡ. അല്ലെങ്കിൽ അടച്ചിട്ടിരുന്ന മുറിക്കകത്തൊരു കൊതുക് കയറി, ഉറക്കമില്ല. ഇതാണ് നമ്മുടെ ഈ കൊതുക് എപ്പോഴേലും കടിക്കുമോ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പീഡ. അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, ജോലിക്ക് തടസ്സം ഉണ്ടാകുന്നു,
അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് വലിയ കാര്യത്തിൽ പ്രതീക്ഷിച്ച് 500 രൂപയാണ് 300 രൂപ കിട്ടിയുള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന, പീഡ, ക്ലേശം, വയ്യ. എത്ര പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നു, പീഡയാണ്. പക്ഷേ അക്ഷരാർത്ഥത പൗലോസിൻ്റെ പീഡ എന്താണെന്നറിയാം? 1 കുറേ 40 വീതം 10 പ്രാവശ്യം അടികൊണ്ട പൗലോസ്ലിയ, ചാട്ടകൊണ്ട്, മുള്ളിൻ്റെ ചാട്ടകൊണ്ട്, കപ്പലപകടത്തിൽപ്പെട്ട് താണുത്തുറഞ്ഞ വെള്ളത്തിൽ കൂടി കൈയൊക്കെ പുറകുള്ളോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഏകദേശം വെള്ളത്തിലൂടെ ഇങ്ങനെ മാസങ്ങളോളം ഒഴുകി നടക്കുന്ന അവസ്ഥ, തണുത്ത വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥ, ഒരു മരക്കഷണത്തിലൊക്കെ ഇങ്ങനെ കയറി പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ സംഭവിച്ച പീഡകളെക്കുറിച്ച് പൗലോസ്ലിഹ 2 കൊറിന്തോസ് സഭയിലേക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനത്തിൽ ആ പീഡകളൊക്കെ വായിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ പീഡയൊക്കെ എവിടെ കിടക്കും? പക്ഷേ ഈ ദുരിതങ്ങൾക്കിടയിൽ പൗലോസ്ലിഹ പറയാണ്, ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വിജയ രീതിയുണ്ട്. ഈ സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം എന്താണെന്നറിയാം? ഒരു വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലായി. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആരാധന. ഈ വചനം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഈ സ്പിരിച്വാലിറ്റി, ഇങ്ങനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതായത് മതജീവിതത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതാണ് ഗമാലിയേൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗമാലിയേൽ സിൻഡ്രോം. ഒരിക്കൽ പോലും അദ്ദേഹം ക്രിസ്തുവിൻ്റെ ശിഷ്യനായില്ല. എന്നാൽ പൗലോസ്ലിഹ പൂർണ്ണ മനസ്സോടെയാണ് എന്തിലിടപെട്ടാലും പൂർണ്ണ മനസ്സോടെ, ഒരു ഡെഡിക്കേഷൻ. അവന് പിന്നെ ഒരു പിന്മാറ്റമില്ല, തിരിഞ്ഞു നോട്ടമില്ല. 20 വർഷം കഴിഞ്ഞാൽ പഴയ പാവം പിന്നെ ചെയ്യത്തില്ല. 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ആ പഴയ പാവത്തിൽ, പഴയ ബന്ധത്തിൽ പോകത്തില്ല. പടിപടിയാട്ടി മനുഷ്യൻ ഒറ്റ പോക്കാണ്. ഇതാണ് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയതയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ഒരു വചനം പഠിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം തിരുവചനം. റോമർ 8:29 തിരുവചനം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. ഈ വചനം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഞാൻ ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാഴത്തിൽ മനസ്സിലാക്കിയാൽ എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാണ്. ഇത് മറക്കരുത്. ബൈബിളിലെ നിധികളുണ്ട്, നിധികളിലൊന്നാണിത്. ഈ പവിഴം നമ്മൾ മനസ്സിലാക്കിയാൽ, ഇതിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ബൈബിളൊക്കെ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത് തുറക്കണം. ബൈബിൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ ചെറിയ കുറിപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് എഴുതി, അല്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ഒന്നുകൂടെ ഒന്ന് കേട്ട് നിങ്ങൾ ഈ വചനം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇതൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ഇത് വലിയൊരു ജ്ഞാനമാണ്. ഒന്നുകൂടെ ആ വചനം വായിച്ച് കേൾക്കാം. റോമർ 8-ാം അധ്യായം 29-ാം തിരുവചനം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമുക്ക് ഓരോ വാക്കും എടുത്ത് പഠിക്കാം. അവിടുന്ന്, അവിടുന്ന് എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം, പിതാവായ ദൈവം, അപ്പാ, പിതാവ്, അപ്പാ. മുൻകൂട്ടി അറിഞ്ഞവരെ. അപ്പായ്ക്ക് ഈ ഭൂമിയിൽ കുറേ ആൾക്കാരെ മുൻകൂട്ടി അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഈ കടലുണ്ടാകുന്നതിന് മുൻപ്, ഈ കരയും രാജ്യങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ്, ഈ മനുഷ്യവംശം ഉണ്ടാകുന്നതിന് മുൻപ്, ഈ മാലാഖമാരെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, എല്ലാ സൃഷ്ടികളുടെയും മുൻപ് അപ്പാ പിതാവിന് ബെന്യച്ചനെ അറിയായിരുന്നു. ഈ ബെന്യച്ചൻ, ഈ അച്ഛൻ്റെ രൂപം, ഈ അച്ഛൻ്റെ സംസാരം, ഈ അച്ഛൻ എന്തൊക്കെ പറയും, എങ്ങനെയൊക്കെ പറയും, എന്തായിത്തീരും, പെരുന്നാട് കുരിശുമല പള്ളിയിൽ എത്ര നാളിരിക്കും, ഇതെല്ലാം അപ്പായ്ക്ക് എപ്പോഴറിയായിരുന്നു? പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ്, മാലാഖമാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി ദൈവം അറിഞ്ഞൊരു സത്യമാണ്. മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഷിനോയ്ക്ക് എത്ര കിലോ ഭാരമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ജെറിന് എത്ര തലയിൽ എന്തോരം മുടികളുണ്ട്, ഇത് കൃത്യമായിട്ട് അപ്പായ്ക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തെല്ലാം കഴിവുണ്ട് എന്ന് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം അറിഞ്ഞു.
നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജെറമ്യായോട് പറഞ്ഞ വചനം. ഇത് ഒരു പ്രധാനപ്പെട്ട വചനമാണ്. ദൈവം അറിഞ്ഞു. എന്നിട്ട് ദൈവം ഈ ആളുകളെ, ഈ അറിഞ്ഞവരെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയിച്ചു. അടുത്ത വചനം ഇതാണ്: ഇവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഈ വചനം ശ്രദ്ധിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ചു. എന്നിട്ട് ദൈവം ഒരു തീരുമാനമെടുത്തു. എന്തെന്നറിയാമോ? ഈ ആള് എവിടെ എത്തിച്ചേരണം മുൻകൂട്ടി നിശ്ചയിച്ചു. ഈ ആള് എവിടെ, ആദ്യമേ ദൈവം അങ്ങ് തീരുമാനിച്ചു. ഈ കുഞ്ഞ് ഇവിടെ ഇരിക്കുന്ന മിലേന, ലയ, അഖിൽ എവിടെ എത്തിച്ചേരണമെന്ന് ദൈവം നിശ്ചയിച്ചു. എന്ന് വെച്ചാൽ ലക്ഷ്യം നേരത്തെ ദൈവം നിശ്ചയിച്ചു വെച്ചു. അതായത് ഡെസ്റ്റിനേഷൻ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന്, ഞാൻ അങ്ങ് പണ്ട് കാലത്ത് ഇവിടെ ഡിവൈനിലൊക്കെ പോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അത് പോട്ടയിൽ ഏകദിന ധ്യാനം. അപ്പോൾ ചില ദിവസങ്ങളിൽ ബസ്സിന് പോകും, ചില ദിവസങ്ങളിൽ ട്രെയിനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് എൻ്റെ ഡെസ്റ്റിനേഷൻ അങ്ങ് ചാലക്കുടി ഡിവൈൻ സ്റ്റേഷൻ. അപ്പം അതിന് മുമ്പ് കുറേ സ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ചാലക്കുടിക്കാണ്. അതിന് മുമ്പ് തിരുവല്ല ഉണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, കോട്ടയമുണ്ട്, എറണാകുളമുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്ത് ചെന്നപ്പോഴത്തേന് ഇവിടെയും കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവിടെ ഇറങ്ങിയാൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമോ? ഇല്ല. എൻ്റെ ലക്ഷ്യം എവിടെയാണ്? മണ്ടനില്ല, ചാലക്കുടിയാണ്. ചാലക്കുടി. ദൈവം എനിക്ക് ഒരു ടിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ചാലക്കുടി. ഞാൻ അവിടെ ഇറങ്ങാവൂ. ഇതിനിടയ്ക്ക് പല സ്റ്റേഷൻസ് കാണും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്നെ നിങ്ങളെല്ലാം ആക്കി വെച്ചിരിക്കുന്ന ഈ ടിക്കറ്റ് ഏതാണെന്നറിയാമോ? നമ്മൾ എവിടെ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞു? സ്വർഗത്തിൽ. എല്ലാവർക്കും ഇതാ അഭിപ്രായമാണോ? ആണ്. തെറ്റ്. ഇതല്ല. ഇതാണ് നമ്മളെല്ലാവരും, ഞാനും കരുതിയിരുന്ന ഇതാണ് നമ്മുടെ ലക്ഷ്യം, സ്വർഗം. ബൈബിൾ പറയാണ്, ഇതാണ്, ഈ വചനം പഠിക്കണം, ഇതാണ് ബൈബിളിൻ്റെ മർമ്മം. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം. ബൈബിൾ എന്താ പറയുന്നത്? ആ വചനം ഒന്നുകൂടെ വായിക്ക്. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. ആദ്യജാതനാകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, ആദ്യത്തെ വാക്യം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട മക്കളെ? നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതല്ല, മറിച്ച് ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, സ്വർഗം നിറയെ എൻ്റെ മകനായ യേശു ക്രിസ്തുവിനെ പോലെയുള്ളവരെ കൊണ്ട് സ്വർഗം നിറയ്ക്കണം. വെറുതെ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നിരുന്നാൽ പോരാ. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ആരെ പോലെ ഇരിക്കണം? യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കണം. ഇതാണ് നമ്മുടെ ദൈവവിളി. യേശുക്രിസ്തുവിന്റെ സാദൃശ്യം, ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് ഈ സാദൃശ്യത്തോട് അനുരൂപരാകാനുള്ള വിളിയ. ഇത് മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തിക്കിട്ടുന്ന ഒരു അവസ്ഥയല്ല, മറിച്ച് ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് തന്നെ ദൈവം നിശ്ചയിച്ചു, ഞാൻ ക്രിസ്തുവായി മാറണം. ഇത് പൗലോസിന് പിടികിട്ടി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്വർഗമല്ല നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം. പലരും മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തിക്കാനായിരിക്കും ഇപ്പം ചെല്ലുകയും ചെയ്യും. ഇപ്പം ചെല്ലും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് നീ അനുരൂപപ്പെടണം. നിന്നെ കണ്ടു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കണം. അപ്പോൾ ചോദിച്ചേക്കാം, സ്ത്രീകൾ എങ്ങനെ യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കും? എന്താ അതിൻ്റെ അർത്ഥം? ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. യേശുക്രിസ്തു എങ്ങനെ സംസാരിച്ചു, എങ്ങനെ ശ്രദ്ധയോടെ യേശുക്രിസ്തു സംസാരിച്ചു, യേശുക്രിസ്തു എങ്ങനെ പാപികളെ കണ്ടു, യേശുക്രിസ്തു എങ്ങനെ പാപത്തെ വെറുത്തു, യേശുക്രിസ്തു കുരിശിൽ എങ്ങനെ സഹിച്ചു, എങ്ങനെ ക്ഷമിച്ചു, യേശുക്രിസ്തു ആരോടെങ്കിലും അസൂയപ്പെട്ടോ, യേശുക്രിസ്തു ആരോയെങ്കിലും വെറുത്തു മാറ്റി നിർത്തിയോ?
പ്രിയപ്പെട്ടവരെ, ഇതാണ് പുത്രന്റെ സാദൃശ്യം. ഇതാണ് ദൈവമായ കർത്താവ് താൻ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ ഈ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ വേണ്ടി നിശ്ചയിച്ചു. ഇതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഡെസ്റ്റിനേഷൻ ടിക്കറ്റ് എഴുതി കൈ തന്നിരിക്കുന്നത് എന്താണ്? ബി അനദർ ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവം രൂപപ്പെടുത്താതെ മരിച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചെന്നാലും ആദ്യത്തെ വചനം ഞാൻ പറഞ്ഞ പോലെ സ്വർഗത്തിൽ എത്തിയാലും ദുഃഖിച്ചിരിക്കുന്നവരുണ്ടാകും. എൻ്റെ ദൈവമേ, എനിക്ക് മറ്റൊരു ക്രിസ്തു ആകാൻ പറ്റിയില്ലല്ലോ ഭൂമിയിൽ വെച്ച്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മൂലക്കിരിക്കും, പക്ഷെ അന്നേരം സങ്കടമാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹം, എന്നെക്കുറിച്ചുള്ള പദ്ധതി സ്വർഗത്തിൽ മറ്റൊരു ക്രിസ്തുവായി നീ ജീവിക്കണമെന്നായിരുന്നു. ഈ ഭൂമിയിൽ പുത്രന്റെ സാദൃശ്യത്തോട് നീ അനുദിനം അനുരൂപപ്പെടണമെന്നായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം എൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ജീവിതത്തിൽ അനുരൂപപ്പെട്ടില്ലെങ്കിൽ തീർന്നു. ഞാൻ വിചാരിച്ചു നന്നായിട്ട് പ്രസംഗിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടുന്ന് ചാലക്കുടിക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ തിരുവല്ല ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് അത് തിരുവല്ല സ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ തിരുവല്ല എന്താണ് നന്നായിട്ട് പ്രസംഗിച്ചാൽ മതി, നന്നായിട്ട് വചനം അങ്ങോട്ട് ഒരുങ്ങി ആളുകളെ അങ്ങോട്ട് ബോധവൽക്കരിച്ചാൽ മതി, ഞാൻ ഓക്കെ ആക്കി. തിരുവല്ല അല്ല എൻ്റെ ഡെസ്റ്റിനേഷൻ. അപ്പോഴാണ് ചങ്ങനാശ്ശേരി. അവിടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ആളുകളൊന്നും വരുന്നില്ല, അവിടെ രോഗശാന്തി എന്നുള്ള വരം തരണം. ചങ്ങനാശ്ശേരി സ്റ്റേഷൻ രോഗശാന്തിയാണോ എൻ്റെ ഡെസ്റ്റിനേഷൻ? എൻ്റെ ലക്ഷ്യം എവിടാ? ചാലക്കുടി. പക്ഷേ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങിയ തീർന്നു. അപ്പോഴാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഈ രോഗശാന്തി ഒന്നും പോരാ, ശരിയാകുന്നില്ല. അപ്പോൾ ചില ആളുകളൊക്കെ തലയിലൂടെ തറ വീഴ്ത്തുന്ന ശുശ്രൂഷകൾ വരുന്നു, ഡെലിവറൻസുകളുണ്ട് ഒക്കെ ശുശ്രൂഷകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊള്ളാം. കോട്ടയത്തെ ശുശ്രൂഷ. ചാലക്കുടിക്ക് കിടക്കുന്നേ ഉള്ളൂ, ഞാൻ കോട്ടയത്ത് ഇറങ്ങി. ഞാൻ രക്ഷപ്പെടുമോ? എൻ്റെ ഡെസ്റ്റിനേഷൻ കർത്താവ് എന്നെ ഒരുക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? പുത്രൻ്റെ സാദൃശ്യത്തോട് രൂപപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപപ്പെട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുൻപിൽ ഞാനൊരു പരാജയമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഈ സ്പിരിച്വാലിറ്റി എന്ന് മതത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇത് യേശുക്രിസ്തു, അവനാണ് സ്വർഗരാജ്യം. He is the person and the person is called the kingdom of God. യേശുക്രിസ്തുവിനോടുള്ള നിന്റെ ബന്ധമാണ് നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. യേശുക്രിസ്തുവിനുള്ള ബന്ധമാണ് മറ്റുള്ളവരെ ക്ഷമിക്കാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ മുഖം വാടുന്നതാണ് നിന്റെ സങ്കടത്തിന് കാരണമാകേണ്ടത്. അവന്റെ മുഖം തെളിയുന്നതാണ് നിന്റെ തീഷ്ണതയ്ക്ക് കാരണമാകേണ്ടത്, ഉത്സാഹത്തിന് കാരണമാകേണ്ടത്. എന്തിനും ഏതിനും യേശുക്രിസ്തു, അവന്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുക. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആരാധന കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചാലക്കുടിയിൽ എത്തുക എന്നുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ള. അല്ലാത്തവർ സ്വർഗത്തിലെത്തിയാലും ഇങ്ങനെ നിരിക്കേണ്ടി വരും. സ്വർഗത്തിലെത്തിയാലും ഒരു ഉന്മേഷം ഇല്ലാതിരിക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി മാറി. ഇത് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പൗലോസ് നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും യേശുക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് തന്നെ ഒന്നിനും മാറ്റാൻ പറ്റില്ല. അൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പ്രിയപ്പെട്ടവരെ, പലരും പള്ളി വരുന്നത് പേടിച്ചിട്ടാണ്, ഭയപ്പെട്ടിട്ടാണ്. ദൈവമേ, പള്ളി വരാതിരുന്നാൽ വല്ലതും അടി കിട്ടിയാലോ. കഴിഞ്ഞ ദിവസം ഒരു ആളിങ്ങനെ പറയുന്നത്, പള്ളിയുടെ ആ ഗേറ്റ് ഇങ്ങനെ പൊളിച്ചപ്പോഴത്തേന് എന്തൊക്കെ പനിയൊക്കെ ഇങ്ങനെ പിടിച്ചെന്ന് ആളുകൾ. പൂവർ സ്പിരിച്വാലിറ്റി. ഗേറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ പനി പിടിപ്പിക്കുന്നൊരു ദൈവമാണ്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എൻ്റെ മക്കളെ, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അല്ലാത്തതെല്ലാം ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്, പേടി കൊണ്ടുണ്ടാകുന്നതാണ്. പലരും പള്ളി വരുന്നു, പലരും വിശ്വസിക്കുന്നത് പേടിച്ചിട്ടാണ്. പൗലോസ് പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്ന് ആരെ മാറ്റും? ഈ സ്നേഹമാണ് സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം. അത് മതാത്മകതയല്ല, ആത്മീയതയാണ്. അപ്പോൾ ഇത് പറ്റുമോ? പൗലോസിന് ഉറപ്പുണ്ട്.
യേശുവിനെ പോലെയാകാൻ പറ്റുമെന്ന്. കാരണം പൗലോസ്ലിഹ ഇത് പറ്റുമെന്നാണ് പറയുക. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം വായിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഈ ചിന്തകളെ സമാപിപ്പിക്കാം. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. എല്ലാറ്റിന്റെയും അടിസ്ഥാനം പൗലോസ്ലിഹ പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദൈവം ദയ തോന്നിയാൽ, ദൈവം കരുണ തോന്നിയാൽ നമുക്ക് ഈ ബന്ധത്തിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ ഇന്നർ ലൈഫ്, എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ആന്തരിക ജീവിതം, എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിതം, മനസ്സിൻ്റെ ഒരു നവീകരണം. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് മറ്റൊരു ക്രിസ്തുവായി മാറണം. ഈശോയുടെ ഒരു ക്ഷമയിലേക്ക് വളരണം, ഈശോയുടെ ഒരു നന്മയിലേക്ക് വളരണം, ഈശോയുടെ ഒരു സ്നേഹ ഹൃദയത്തിന് പൊട്ടിപ്പുറപ്പെടണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ദയ തോന്നിയാൽ, അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതാണ്. ദൈവം കരുണ തോന്നിയാൽ, ദയ തോന്നിയാൽ നമ്മളെ അനുഗ്രഹിക്കും. ഇതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പ്രാർത്ഥിക്കണം. ഈ ആരാധന നമ്മൾ ചോദിക്കണം, കർത്താവേ, എൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഞാൻ മിക്കവാറും ചങ്ങനാശ്ശേരി ഇറങ്ങാനാണ് സാധ്യത, പക്ഷേ ചാലക്കുടി എനിക്ക് ഇറങ്ങണം. എൻ്റെ ഡെസ്റ്റിനേഷൻ അവിടാണ്. പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടണം എനിക്ക്. വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം, റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ പൗലോസ്ലിഹ പറയാണ്, മക്കളെ, ഇത്രമേൽ റോട്ടനായ ഞാൻ, ഇത്രമേൽ ചീഞ്ഞുപോയ ഞാൻ, ഇത്രമേൽ കഠിനഹൃദയനായ ഞാൻ, എനിക്ക് ഒരു ചേഞ്ച് ദൈവം തന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞ് എനിക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കൊറോണ വന്നാലും അത് നന്മയാക്കി മാറ്റും ദൈവം. തിന്മയാണെന്ന് തോന്നും, പക്ഷെ ദൈവത്തിന് അത് നന്മയാക്കി മാറ്റാൻ പറ്റും. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക്. നീ ഈ ഒരു തീരുമാനം എടുത്താൽ മതി. സ്പിരിച്വാലിറ്റി, ദൈവം അത് എല്ലാ തിന്മയും നന്മയാക്കി പരിണമിപ്പിക്കും. എല്ലാ തിന്മയും ദൈവം നന്മയാക്കി പരിണമിപ്പിക്കും, മാറ്റി ചേഞ്ച് ചെയ്ത് തരും. തടസ്സമായിട്ടൊക്കെ തോന്നും, അടിയാണെന്ന് തോന്നും, ദുരിതമാണെന്ന് തോന്നും, ഗതിയില്ലെന്ന് തോന്നും, രക്ഷയില്ലെന്ന് തോന്നും. വിശ്വസിക്കുക. റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും, മാറ്റിയെടുത്ത് തരും. ജനം പറയും തിന്മ രക്ഷയില്ല, പോയി. പക്ഷേ കാലം തെളിയിക്കും, ദൈവം അതിനെ നന്മയാക്കി മാറ്റും. പ്രൊവൈഡഡ് നമ്മൾ ഈ മതാത്മകതയിൽപ്പെട്ടു പോരും. സ്പിരിച്വാലിറ്റി ആഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഈ സാദൃശ്യത്തോട് അനുരൂപപ്പെടാൻ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപപ്പെടാൻ. ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. സ്നേഹമുള്ളവരെ, പൗലോസ്ലിഹായ്ക്ക് ഇത് ഉറപ്പുണ്ട്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 47, 48, 49 വാക്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് ആരാധന പൂർത്തിയാക്കാം. 1 കൊറിന്തോസ് 15-ാം അധ്യായം 47, 48, 49 വചനങ്ങൾ വായിക്കാം. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. അതായത് ഇത് പറ്റുമോ, എനിക്കിത് പറ്റുമോ? പൗലോസ്ലിഹ പറയുന്നത് എനിക്ക് പറ്റി. 30 വർഷം ഭാവിയായിരുന്ന എനിക്ക് ഇത് പറ്റി. അതിൻ്റെ നറേഷനാണ്, വിശദീകരണമാണ് പൗലോസ്ലിഹ പറയുന്നത്. വായിക്കാം, ഒന്നുകൂടെ വായിച്ചേ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. ആദ്യ മനുഷ്യൻ, നമ്മളിലെല്ലാം ഒരു ആദ്യ മനുഷ്യനുമുണ്ട്, രണ്ടാമത്തെ മനുഷ്യനുമുണ്ട്. ഈ ഇരിക്കുന്ന ജെറിനുമുണ്ട്, ഈ നിൽക്കുന്ന എനിക്കുമുണ്ട്. ആദ്യ മനുഷ്യൻ, എന്നിലൊരു ആദാമ്യ മനുഷ്യനുണ്ട്, ആദാം. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? വായിക്കാം. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ആദ്യ മനുഷ്യൻ എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നുള്ളവൻ. അവൻ മണ്ണിൽ നിന്നുള്ളവനാണ്. മണ്ണിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ, മണ്ണിന്റെ സ്വഭാവം ഒരു ചീഞ്ഞ മുട്ട എടുത്ത് മണ്ണിനകത്തോട്ട് എറിഞ്ഞ് മണ്ണതങ്ങ് വലിച്ചെടുക്കും. ഒരു നല്ല മുട്ട എടുത്തെറിഞ്ഞ് അതും മണ്ണ് വലിച്ച്. മണ്ണിൻ്റെ സ്വഭാവം എല്ലാം ഇങ്ങനെ വലിച്ചിങ്ങ് എടുത്തുകൊണ്ടിരിക്കും. ഈ മണ്ണിൻ്റെ സ്വഭാവമാണ് സ്വാർത്ഥത. ഇങ്ങനെ വലിച്ചിങ്ങെടുക്കും, എല്ലാം വലിച്ചിങ്ങ് എടുത്തുകൊണ്ടിരിക്കും, നന്മയും തിന്മയും എല്ലാം. ഇതാണ് മണ്ണിൽ നിന്ന് എടുത്തവൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഉന്നതത്തിൽ നിന്നുള്ളവൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ. അടുത്തത് വചനം. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. പൗലോസ്ലിഹയ്ക്ക് ഉറപ്പാണ്. പൗലോസ്ലിഹ പറയാണ്, നമ്മൾ ഈ മണ്ണിന്റെ സാദൃശ്യമുള്ളവരായിട്ടും അതുപോലെ തന്നെ നമ്മൾ
സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കും. പൗലോസിലേക്ക് ഉറപ്പാ. കാര്യം നമ്മൾ നോക്കിയാൽ ഈ ആസക്തികളുടെയും അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും മടിയുടെയും ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെയും ജഡികാസക്തിയുടെയും ഭക്ഷണാസക്തിയുടെയും ഈ ഇങ്ങനെ കോപത്തിൻ്റെയും എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള മണ്ണിൻ്റെ സ്വഭാവമാണ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, അസൂയ. പക്ഷേ സ്വർഗീയന്റെ സാദൃശ്യം, ക്രൂശിതന്റെ സാദൃശ്യം, കുരിശിൽ കിടന്ന് ക്ഷമിക്കുക, പോട്ടെന്ന് പറയുക, വിട്ടുകൊടുക്കുക, സ്നേഹിക്കുക, ശ്രദ്ധയോടെ സംസാരിക്കുക, വിട്ടൊന്നും പറയാതിരിക്കുക, ദൈവത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക, അപ്പനുമായിട്ടുള്ള കൂട്ടായ്മ. ഇതാണ് സ്വർഗീയന്റെ സാദൃശ്യം. ഇത് നമ്മൾ ധരിക്കുമെന്ന്. എവിടെ? സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് തന്നെ ഇത് പറ്റുമെന്നാണ് പൗലോസ്ലീഹ നമുക്ക് ഉറപ്പ് തരുന്നത്. അതാണ് പൗലോസ്ലീഹയുടെ ജീവിതം. പൗലോസ്ലീഹ പറയാണ്, ഈ ഒന്നാമത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നാണ്, അവനിൽ നിന്ന് ഈ കോപം, ദേഷ്യം, നീരസം, വെറുപ്പ്, മരണനദിയാണ് ഒഴുകുന്നേ. പക്ഷെ രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നാ, അവനിൽ നിന്നാണ് ജീവനദി ഒഴുകുന്നത്. ക്ഷമയുടെ, താഴ്മയുടെ, സ്നേഹത്തിന്റെ ഈ സ്വർഗീയന്റെ സാദൃശ്യം നമുക്ക് ധരിക്കാൻ പറ്റുമെന്ന്